വെൽക്കം ക്ലാസ്. നമ്മൾ ക്രിമിനോളജിയിലെ ബ്ലോക്ക് നമ്പർ 3 യൂണിറ്റ് നമ്പർ 1 ആയിട്ടുള്ള ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം, മീനിങ്, പർപ്പസ് ആൻഡ് സോഷ്യൽ റെലവൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈ യൂണിറ്റിലെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നത് ദ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം. ഓക്കെ, CHS was a set of institutions and laws designed to protect society, punish wrongdoers, deliver justice to victims and prevent further crimes. അപ്പോൾ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം എന്തിനാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളുടെ സൊസൈറ്റീനെ സംരക്ഷിക്കുക, നമ്മുടെ സമൂഹത്തിനെ സംരക്ഷിക്കുക, തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാനും അതിന് വിധേയരായവർക്ക് ജസ്റ്റിസ്, ന്യായ നടപടി നടപ്പാക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ ഫെർദർ ക്രൈംസ് ഉണ്ടാവാണ്ടിരിക്കാൻ, ഫെർദർ എന്ന് പറഞ്ഞാൽ പിന്നീട് അതേപോലത്തെ കുറ്റകൃത്യങ്ങൾ നടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം നമ്മുടെ ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിലെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഈസ് ഗവേൺഡ് ബൈ 3 മേജർ ലെജിസ്ലേഷൻസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 2023. 2023 കൊണ്ടുവന്നിട്ടുള്ള 3 ലെജിസ്ലേഷൻസ് പ്രകാരമാണ് ഇപ്പോഴത്തെ CJS വർക്ക് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേതാണ് ഭാരതീയ ന്യായ സംഹിത. ഭാരതീയ ന്യായ സംഹിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ന്യൂ ലോ റിപ്ലേസസ് ദ ഓൾഡ് ഇന്ത്യൻ പീനൽ കോഡ്. നമ്മുടെ ആദ്യത്തെ IPC എന്നുണ്ടായിരുന്ന ഒരു ഇന്ത്യൻ പീനൽ കോഡ് ലോ ഉണ്ടായിരുന്നു, നമ്മൾ മുന്നത്തെ യൂണിറ്റുകളിൽ നോക്കുന്നത്. അതിനെ റിപ്ലേസ് ചെയ്തുകൊണ്ടാണ് BNS എന്ന് പറഞ്ഞ ഒരു പുതിയ സെറ്റ് ഓഫ് റൂൾസ് വരുന്നത്. ഡിഫൈൻസ് ക്രിമിനൽ ആക്ട്സ് ലൈക്ക് തെഫ്റ്റ്, അസൾട്ട് ആൻഡ് മർഡർ ആൻഡ് സ്പെസിഫൈസ് ദ പണിഷ്മെന്റ് ഫോർ ദം. അപ്പോൾ ഈ ഒരു നിയമ നടപടിയിൽ മെയിൻ ആയിട്ട് വരുന്നത് കുറച്ച് കാര്യങ്ങളാണ്. മർഡർ, കൊലപാതകം, മോഷണം, പിന്നെ അസൾട്ട്, അങ്ങനത്തെ ക്രൈമുകൾക്കുള്ള പണിഷ്മെന്റുകളും അതിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ടാണ് ഭാരതീയ ന്യായ സംഹിത കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നുള്ളതാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അഥവാ BNSS, റിപ്ലേസസ് ദ പ്രൊസീജിയർ കോഡ് CRPS എന്നുള്ള ഒരു പ്രൊസീജിയർ കോഡ് ഉണ്ടായിരുന്നു. അതിനെ റിപ്ലേസ് ചെയ്തുകൊണ്ട്, അതിനെ മാറ്റിക്കൊണ്ടാണ് ഈ ഒരു നിയമ നടപടി വരുന്നത്. ഇറ്റ് ലേസ് ഔട്ട് പ്രൊസീജിയേഴ്സ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ, അറസ്റ്റ്, ബെയിൽ, ചാർജ് ഷീറ്റ് ഫയലിംഗ് ആൻഡ് ട്രയൽ പ്രോസസ്സസ്. അപ്പോൾ ഈ ഒരു നിയമ നടപടിയിൽ മെയിൻ ആയിട്ട് വരുന്നത് ഇൻവെസ്റ്റിഗേഷൻ, കുറ്റാന്വേഷണം, അറസ്റ്റ് ചെയ്യുക, ജാമ്യം അനുവദിക്കുന്നതിനെ പറ്റിയിട്ട് എങ്ങനെയൊക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിലാണ് ട്രയൽസ് നടക്കുക, ഓക്കെ, കോടതിയിൽ ഓരോ തവണയുള്ള ട്രയലുകളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. പിന്നെ ഭാരതീയ സാക്ഷ്യ അധിന്യം ഓർ BSA റിപ്ലേസസ് ദ ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറഞ്ഞ ആക്ട് അതിനെ റിപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇത് വരുന്നത്. ഇറ്റ് ഡിഫൈൻസ് വാട്ട് ടൈപ്പ് ഓഫ് എവിഡൻസ്, oral, documentary, electronic, etc. are valid in a court of law. അപ്പോൾ നിയമത്തിന്റെ മുമ്പിൽ എന്തൊക്കെ എവിഡൻസിനാണ് പ്രാധാന്യമുള്ളത്, ഓറൽ ആയിട്ടുള്ളതാണോ, ഡോക്യുമെന്റ്സിനാണോ, ഇലക്ട്രോണിക്കൽ ആയിട്ടുള്ള, നമ്മൾ ഓരോ എവിഡൻസ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് എത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് പറയുന്നതാണ് ഇവിടെ. പിന്നെ ഇന്ത്യ ഫോളോസ് ദ അഡ്വൈസർ ലീഗൽ സിസ്റ്റം. ഇറ്റ് മീൻസ് ദിസ് മീൻസ് ദ അക്യൂസ്ഡ് ഈസ് കൺസിഡർഡ് ഇന്നസെന്റ് അൺടിൽ പ്രൂവൺ ഗിൽറ്റി. അപ്പോൾ ഇന്ത്യൻ നിയമ നടപടി അനുസരിച്ചിട്ട് ഒരാളുടെ മേൽ കുറ്റം ചുമത്തുമ്പോൾ അയാള് ആ കുറ്റകൃത്യം നടത്തി എന്നുള്ളതിന് തെളിവ് വരുന്നത് വരെ അയാൾ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇന്ത്യയുടെ ഒരു അഡ്വൈസറി ലീഗൽ സിസ്റ്റം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ആരുടെ മേൽ നമ്മളൊരു കുറ്റം ചുമത്തിയാലും അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു ഉറപ്പ് വരുന്നത് വരെ, അതിനനുസരിച്ചുള്ള തെളിവുകളും സാക്ഷികളും ആ ക്രൈം നടന്നു എന്നുള്ളത് ഉറപ്പാവുന്നത് വരെയും അയാള് ഇന്നസെന്റ് ആണ്. പിന്നെ the CJS exists to maintain law and order, deliver, ഓക്കെ, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതാണ്. ഇതിന്റെ ഒരു മെയിൻ പർപ്പസ് എന്താന്നുള്ളത് പബ്ലിക് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാം. പബ്ലിക് ഓർഡർ അല്ലെങ്കിൽ പബ്ലിക് സേഫ്റ്റി എന്ന് പറയുന്ന കാര്യം മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മുടെ സമൂഹത്തില് എല്ലാ ആളുകൾക്കും, എല്ലാ ജനങ്ങൾക്കും അല്ലെങ്കിൽ ഒരു സാമൂഹികമായിട്ടുള്ള സുരക്ഷ ഉറപ്പുവരുത്താനാണ്. പിന്നെ ഡിറ്റർ ക്രൈം ബൈ മേക്കിംഗ് പണിഷ്മെന്റ്സ് നോൺ. ഡിറ്റർ ക്രൈം എന്ന് പറഞ്ഞാൽ കുറ്റങ്ങളുടെ എണ്ണം കുറയ്ക്കുക, ശിക്ഷ നടപടികൾ നടത്തിയിട്ട് കുറ്റങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം. എൻഷുർ ഫെയർ ട്രയൽസ് ആൻഡ് അപ്ഹോൾഡ് ജസ്റ്റിസ്. ന്യായവും നീതിയും കറക്റ്റ് ആയിട്ട് അതിൻ്റെതായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുക. അതാണ് പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ടു റീഹാബിലിറ്റേറ്റ് ഒഫൻഡേഴ്സ് ആൻഡ് റീഇൻറ്റഗ്രേറ്റ് ദം ഇൻ ടു സൊസൈറ്റി.
അപ്പോൾ കുറ്റം ചെയ്തവരെ അല്ലെങ്കിൽ തെറ്റ് ചെയ്തവരെ തിരിച്ച് കൊണ്ടുവന്ന് അവരെ അതിൻ്റെതായിട്ടുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പാർപ്പിച്ച് അവരുടെ കുറ്റങ്ങളിൽ നിന്നും അവരുടെ ആ ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ, ഇനി അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു പോയി എന്നുള്ളത്, അതിനെ റീഹാബിലിറ്റേറ്റ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെയും അവരെ അതിൽ നിന്നും മാറ്റി നിർത്തി അതിൽ നിന്നും തിരിച്ചു വരാനുള്ള ഒരു വഴി നമ്മൾ കണ്ടു നൽകിയിട്ട് പിന്നെ അവരെ അതേപോലെ നമ്മുടെ സൊസൈറ്റിയിലേക്ക് പിന്നെയും കൊണ്ടുവരാം. ഓക്കെ. പിന്നെ ദ മേജർ കോമ്പണൻസ് ഓഫ് സിസ്റ്റം. അപ്പൊ ഈ ഒരു സിസ്റ്റം എന്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് ഈ സിസ്റ്റത്തിനുള്ളിൽ? ഒന്ന് പോലീസാണ്. പോലീസ് ഒരു കുറ്റം അത് കുറ്റം അന്വേഷിക്കാം, അതിൻ്റെതായിട്ടുള്ള തെളിവുകൾ കണ്ടെത്താം, സസ്പെക്റ്റുകളെ അറസ്റ്റ് ചെയ്യാം. ഇതാണ് പോലീസ് ചെയ്യുക. പിന്നെ ജുഡീഷ്യറി ആണുള്ളത്. ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ കോർട്ടാണ്. കോർട്ടുകൾ എന്ത് ചെയ്യാം? വിചാരണ നടത്തുക, ട്രയൽസ് നടത്തുക, ഡെലിവർ വേർഡിക്റ്റ്, ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് കോടതി മുമ്പാകെയാണ് എല്ലാം സമർപ്പണങ്ങളും ഉണ്ടാവുക. ഇന്റർപ്രറ്റ് ദ ലോ, നിയമ നടപടികളെ മനസ്സിലാക്കുക, നിയമ നടപടികൾ നടപ്പിലാക്കുക. പിന്നെ കറക്ഷൻസ്, മാനേജ് പ്രിസൺസ്, റിഫോർമേറ്റീവ് ഹോംസ്, പ്രൊബേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. അപ്പോൾ കറക്ഷൻസിലാണ് ജയിൽ നടപടികള്, പിന്നെ നമ്മള് കുട്ടികൾ ചെയ്യുമ്പോൾ ജുവനൈൽ ഹോമുകളിൽ കൊണ്ടാക്കുന്നതും എത്ര കാലത്തേക്കാണ് ഇവരുടെ ശിക്ഷ നടപടികൾ നടക്കേണ്ടത്, ഇവിടെ എവിടെ കൊണ്ടുപോയിട്ടാണ് മാറ്റി പാർപ്പിക്കേണ്ടത്, അതൊക്കെയാണ്. പിന്നെ ദ സിസ്റ്റം എയിംസ് ടു ബാലൻസ് പണിഷ്മെന്റ് വിത്ത് റീഎൻഫോഴ്സ്മെന്റ്. ഈ സിസ്റ്റം മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ശിക്ഷ നൽകുന്നതിനോടൊപ്പം നല്ലത് ചെയ്യുമ്പോൾ അവരെ അതിനനുസരിച്ച് റീഎൻഫോഴ്സ് ചെയ്യുക. ഓക്കെ, അത് പ്രൊമോട്ട് ചെയ്യുക. നോട്ട് ഓൺലി ടു പീനലൈസ് ബട്ട് ഓൾസോ ടു ഇംപ്രൂവ് ഒഫൻഡേഴ്സ് ആൻഡ് പ്രിവെന്റ് ദം ടു റിപ്പീറ്റ് ദാറ്റ്. അപ്പോൾ ഒരു കുറ്റം ചെയ്ത ആളെ ശിക്ഷിക്കുക എന്നുള്ളതിനുപരി ഇനി ആ കുറ്റം ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അയാളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ദ ലെജിസ്ലേറ്റീവ് പ്രോസസ് എന്താണെന്നുള്ളതാണ്. ഈസ് ഹൗ ലോസ് ആർ മെയ്ഡ് ഓർ ചേഞ്ച് ടു ഇംപ്രൂവ് ദ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം. ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം മാറ്റാൻ വേണ്ടിയിട്ട് ദ ലെജിസ്ലേറ്റീവ് പ്രോസസ് ഈസ് ഹൗ ലോസ് ആർ മെയ്ഡ്. നിയമങ്ങൾ ലെജിസ്ലേറ്റീവ് പ്രോസസ്സിലാണ് നിയമ നടപടികൾ എങ്ങനെ കൊണ്ടുവരിക എന്നുള്ളതുള്ള. പിന്നെ ടു ഇംപ്രൂവ് ദ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം, ഈ നിയമ നടപടികൾ പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്നത് എന്തിനാണ്? ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പുതിയ നിയമങ്ങൾ നമ്മളുടെ ഗവൺമെന്റിൽ പാസ്സാവുന്നതിന് 2 ബില്ലുകളാണുള്ളത്. ഒന്ന് ഗവൺമെന്റ് ബില്ലാണ്, ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മിനിസ്ട്രി ടു അഡ്രസ് നാഷണൽ പ്രയോറിറ്റീസ്. അവിടെ മിനിസ്ട്രിയാണ് ഈ ഒരു ബില്ല് പാസ്സാക്കേണ്ടത്. ഇത് ദേശീയ പ്രാധാന്യമുള്ള കാര്യങ്ങളിലായിരിക്കും മെയിനായിട്ട്. പിന്നെ പ്രൈവറ്റ് മെമ്പർ ബിൽസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്, എംപിമാരുണ്ടാവുമല്ലോ, അവർ കൊണ്ടുവരുന്നതാണ്. ഇത് മിനിസ്റ്റേഴ്സ് കൊണ്ടുവരുന്നതല്ല. ടു ബ്രിങ് അറ്റൻഷൻ ടു സ്പെസിഫിക് സോഷ്യൽ ഇഷ്യൂസ്, സമൂഹത്തിൽ നടക്കുന്ന പ്രത്യേക തരത്തിലുള്ള ഓരോ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് എംപിമാർ പാസ്സാക്കുന്നതാണ് PMB. PMB എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് മെമ്പർ ബിൽസും പിന്നെ ഗവൺമെന്റ് ബിൽസ്, ദേശീയ പ്രാധാന്യമുള്ള കാര്യങ്ങൾ. പിന്നെ ഓഫൺ ലോസ് ആർ ക്രിയേറ്റഡ് ആസ് എ റെസ്പോൺസ് ടു ഗ്രോയിങ് പബ്ലിക് ഡിമാൻഡ് ഓർ ന്യൂ ടൈപ്സ് ഓഫ് ക്രൈം സച്ച് ആസ് സൈബർ ക്രൈം, ടെററിസം, ചൈൽഡ് അബ്യൂസ്, ജെൻഡർ ബേസ്ഡ് വയലൻസ്. അപ്പോൾ പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത് നമ്മളുടെ സമൂഹത്തിന്റെ വളരുന്ന ഡിമാൻഡുകൾക്ക് അനുസരിച്ചിട്ടാണ്. ഓക്കെ. പിന്നെ വരുന്ന പുതിയ തരത്തിലുള്ള ക്രൈമിന്റെ ബേസിസിലാണ് പുതിയ നിയമ നടപടികൾ കൊണ്ടുവരുന്നത്. ലോസ് മസ്റ്റ് ബി അപ്ഡേറ്റഡ് ടു മാച്ച് ദ ചേഞ്ചിങ് നീഡ്സ്. അപ്പൊ മാറുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മാറുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോസ് എപ്പോഴും മാറ്റണം. അതുകൊണ്ട് മാറുന്ന ആവശ്യങ്ങളാണല്ലോ. നമ്മൾക്ക് പണ്ടത്തെ ഒരു സമൂഹത്തിൽ ഉണ്ടായിരുന്ന ആവശ്യങ്ങളല്ല ഇപ്പോഴത്തെ ഒരു സമൂഹത്തിലുള്ളത്. സൊസൈറ്റി ആൻഡ് എൻഷുർ ജസ്റ്റിസ് ഇസ് ആക്സസിബിൾ, എഫിഷ്യന്റ് ആൻഡ് ഫെയർ. ഓക്കെ. മാറുന്ന സൊസൈറ്റി എന്ന് പറയുന്നതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് സൈബർ ക്രൈം, ടെററിസം, ചൈൽഡ് അബ്യൂസ്, ജെൻഡർ ബേസ്ഡ് വയലൻസ്. ഇതൊക്കെ ഉണ്ടാകുന്നത് ഇന്നത്തെ സമൂഹത്തിലാണ്. പണ്ടത്തെ സമൂഹത്തിൽ ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം കുറവായിരുന്നു. പിന്നെ ഡ്രാഫ്റ്റിംഗ് ലോ, ഒരു നിയമം പാസ്സാക്കാനുള്ള ഒരു ഡ്രാഫ്റ്റ് എങ്ങനെയാണെന്നാണ്. is the most important step in the legislative process. ലീഗൽ ആയിട്ടുള്ള എക്സ്പേർട്ടുകൾ, ഗവൺമെന്റ് ഓഫീസർമാര്, പോളിസി മേക്കേഴ്സ്, പോളിസി ഉണ്ടാക്കുന്ന ആളുകൾ, ഇത്രയും ആളുകൾ കൂടിയിട്ടാണ് ഒരു നിയമം പാസ്സാക്കാൻ വരിക. ഡ്രാഫ്റ്റ് മസ്റ്റ് ബി ക്ലിയർ, കോൺസ്റ്റിറ്റ്യൂഷണൽ, സോഷ്യലി റെലവെന്റ്. അപ്പൊ ഈ ഉണ്ടാക്കുന്ന രൂപരേഖ എന്ന് പറയുന്നത് വ്യക്തമായിരിക്കണം, കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധം ഉണ്ടായിരിക്കണം, കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിരിക്കണം, അതിലുള്ള നിയമ നടപടികളൊക്കെയും പാലിക്കുന്ന ഒരു നിയമമായിരിക്കണം, സോഷ്യലി റെലവെന്റ് ആയിരിക്കും, സമൂഹത്തിൽ അതിനൊരു പ്രാധാന്യം നമ്മൾ മുന്നേ കൂട്ടി കാണണം. ഇറ്റ് മസ്റ്റ് റെസ്പെക്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ്
ലൈക്ക് ദ റൈറ്റ് ഓഫ് ലൈഫ്, ലിബർട്ടി, ഇക്വാളിറ്റി. അപ്പോൾ ഇത് നമ്മളുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൈറ്റുകൾ, ഓക്കെ, ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൈറ്റുകളെ റെസ്പെക്ട് ചെയ്യുന്നതായിരിക്കണം. നമ്മുടെ ജീവനുള്ള അവകാശം, തുല്യതയ്ക്കുള്ള അവകാശം, ലിബർട്ടിക്കുള്ള അവകാശം, ഈ മൂന്ന് അവകാശങ്ങളെ റെസ്പെക്ട് ചെയ്തുകൊണ്ടിട്ടുള്ള നിയമങ്ങളായിരിക്കണം നമ്മൾ പാസ്സാക്കിയിട്ടുണ്ടാവുക. ഹുസൈനാര കോട്ട വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ. ഹുസൈനാര ഖാട്ടൂൺ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറഞ്ഞാൽ 1979 ദിസ് ലാൻഡ്മാർക്ക് കേസ് ഹൈലൈറ്റഡ് തൗസൻഡ്സ് ഓഫ് അണ്ടർ ട്രയൽ പ്രിസണേഴ്സ് വെർ കെപ്റ്റ് ഇൻ ജയിൽ വിത്തൗട്ട് ട്രയൽ. അപ്പോ വിചാരണ നടത്താണ്ട് ഒരു കൂട്ടം ആളുകളെ കുറ്റക്കാരാണെന്നും പറഞ്ഞ് ജയിലിൽ അടച്ചതിനെ പറ്റിയിട്ടുള്ളതാണ് ഹുസൈനാര ഖത്തൂൺ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറയുന്ന കേസ്. ഇവിടെ സുപ്രീം കോർട്ട് ഡിക്ലെയർ ചെയ്തത് റൈറ്റ് ടു സ്പീഡി ട്രയൽസ് ഇസ് എ പാർട്ട് ഓഫ് ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 പ്രകാരം കുറ്റം ചെയ്ത് ജയിലിൽ കിടക്കുന്ന ആളുകളെ വേഗം വേഗം ട്രയൽ നടത്തി വിചാരണ നടത്തി വിടണം എന്നാണ്. അത് അവരുടെ അവകാശമായിട്ടാണ്. ദിസ് ലെഡ് ടു റിഫോംസ് ഇൻ ക്രിമിനൽ പ്രൊസീജിയർ ആൻഡ് ബെയിൽ ലോസ്. ഇതിൽ നിന്നും എന്തുണ്ടായി? ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യുന്ന രീതികളിൽ വ്യത്യാസം വന്നു. അതുപോലെ ബെയിൽ ലോസ്, ജാമ്യത്തിന്റെ നിയമങ്ങളിലും വ്യത്യാസം വരികയാണ് ചെയ്യുന്നത്. അതൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഇനി ഒരു ഡ്രാഫ്റ്റ് നമ്മൾ തയ്യാറാക്കിയതിനു ശേഷം ദ ലോ മസ്റ്റ് ഗോ ത്രൂ ഡീറ്റെയിൽഡ് റിവ്യൂ ആൻഡ് സ്ക്രൂട്ടിനി ബിഫോർ ഇൻട്രൊഡ്യൂസിങ് ഇറ്റ് ഇൻ ദ പാർലമെന്റ്. അപ്പോൾ ഒരു നിയമം നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡീറ്റെയിൽ ആയിട്ട് പിന്നെയും റിവ്യൂ ചെയ്യണം. ഓക്കെ, റിവ്യൂ ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് നമ്മൾ ഒരു നിയമം കൊണ്ടുവന്നിട്ട് അത് പലതവണ റിവ്യൂ ചെയ്യുമ്പോഴാണ് അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന് എവിടെയൊക്കെയാണ് മിസ്റ്റേക്സ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കാം. സൂക്ഷ്മമായിട്ടുള്ള പരിശോധന അത് നിർബന്ധമാണ്. എന്നാലേ നമുക്ക് അതിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ഹിഡൻ ആയിട്ടുള്ള പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ കീ സ്റ്റെപ്സ് ആയിട്ട് വരുന്നത് എൻഷുറിംഗ് ദ ഡ്രാഫ്റ്റ് റെസ്പെക്ട്സ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ റെസ്പെക്ട് ചെയ്യുന്നതാണോ ഈ കൊണ്ടുവന്നിട്ടുള്ള ഡ്രാഫ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അണ്ടറിലുള്ള എല്ലാ കാര്യങ്ങളെയും പാലിച്ചുകൊണ്ട് ഉള്ള ഒരു നിയമമായിരിക്കണം വരേണ്ടത്. അപ്പൊ ഭരണഘടനയിലുള്ള നിയമങ്ങൾക്ക് നമ്മൾ അതിൻ്റെതായിട്ടുള്ള റെസ്പെക്ട് കൊടുക്കണം. യൂസിങ് പ്രിസൈസ് ആൻഡ് ക്ലിയർ ലീഗൽ ലാംഗ്വേജ്, കറക്റ്റ് ആയിട്ടുള്ള ലീഗൽ ലാംഗ്വേജും. പിന്നെ ലീഗൽ എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകളുണ്ട്, അവരിൽ നിന്നും ഫീഡ്ബാക്ക് അവർ പറയണം എന്ത് ഈ നിയമത്തിന് ഇന്ന പോലത്തെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഈ നിയമം പാസ്സാക്കാൻ കഴിയും കാരണം അത് റെലവെന്റ് ആണെന്നുള്ളത്. ജുഡീഷ്യറി മെമ്പേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ജനറൽ പബ്ലിക് ആയിരിക്കാം. പിന്നെ വൺസ് റിവ്യൂഡ് ദ ഡ്രാഫ്റ്റ് ബിൽ ഈസ് പ്രസന്റഡ് ഇൻ പാർലമെന്റ്. അപ്പൊ ഒരിക്കൽ ഒരു ബില്ല് ഡ്രാഫ്റ്റ് ചെയ്തു, അത് റിവ്യൂ ചെയ്തു, അവിടുന്ന് അത് ഓക്കെ ആയി കഴിഞ്ഞാൽ നേരെ അത് പാർലമെന്റിൽ ലോക്സഭയിലും അല്ലെങ്കിൽ രാജ്യസഭയിലായിരിക്കും പോവാ. പിന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അടുത്തേക്കാണ് ഇത് പോകുന്നത്, പിന്നെയും റിവ്യൂ ചെയ്യാനും പിന്നെയും സജഷൻസ് നേടിയെടുക്കാനും വേണ്ടിയിട്ട്. ഓപ്പൺ ഫോർ പബ്ലിക് ഓർ മീഡിയ ഡിസ്കഷൻസ് ഇൻ സം കേസസ്. ചില നിയമങ്ങൾ നമുക്ക് മീഡിയയ്ക്കും അതുപോലെ പൊതുസമൂഹത്തിനും ചർച്ച ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതായിരിക്കും. This process helps ensure laws are fair, practical and democratic before becoming official. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം ഉറപ്പാക്കാൻ പറ്റും, ഒരു ബില്ല് പാസ്സാക്കുന്നത് ന്യായമായിട്ടുള്ളതും അതിന് പ്രായോഗികമായിട്ടുള്ള കാരണങ്ങളും ഉണ്ട്. പിന്നെ അത് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു നിയമമായിട്ട് വരും എന്നുള്ളതിന്. പിന്നെ ഫൈനൽ ചെക്കുകൾക്കാണ് ഇനി പിന്നെ ഈ ഒരു നടപടി ഈ ഒരു ബില്ല് പോകുന്നത് ഫൈനൽ ചെക്കിലേക്കാണ്. അവിടെ വരുന്നത് ഇമ്പാക്ട് അനാലിസിസ് ആണ്. ഈ ഒരു നിയമം പാസ്സാക്കിയാൽ എന്തൊക്കെ ഉണ്ടാകും സമൂഹത്തിൽ എന്നുള്ളതിനെ പറ്റി പഠിക്കാൻ, അതാണ് ഇമ്പാക്ട് അനാലിസിസ് എന്ന് പറയുന്നത്. ദിസ് സ്റ്റഡീസ് ഹൗ ദ ലോ വിൽ വർക്ക് ഇൻ എ റിയൽ ലൈഫ് ഇൻക്ലൂഡിംഗ് സൈഡ് ഇഫക്ട്സ് ഓർ അൺഇന്റൻഡഡ് കോൺസിക്വൻസസ്. അപ്പോ ഈ ഒരു സ്റ്റഡീസ് ഷോ ഹൗ ദ ലോ വിൽ വർക്ക് ഇൻ റിയൽ ലൈഫ്. അതായത് ശരിക്കുള്ള ജീവിതത്തിൽ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്, ഇതിന്റെ സൈഡ് ഇഫക്ട്സ് എന്തായിരിക്കും, ഇതിന്റെ ആരും അറിയാത്ത ഒരു കോൺസിക്വൻസസ്, ഓക്കെ, വശങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. ഇമ്പാക്ട് അനാലിസിസ് മനസ്സിലാക്കാൻ പറ്റും. അറ്റ് ദിസ് സ്റ്റേജ് അമെൻഡ്മെന്റ് ക്യാൻ ബി ആഡഡ് ടു ക്ലാരിഫൈ അൺക്ലിയർ ടേംസ്, ആഡ് ഓർ റിമൂവ് സെക്ഷൻസ്, എൻഷുർ ലോസ് ഈസ് മോർ എഫക്റ്റീവ് ആൻഡ് ജസ്റ്റ്. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഈ ഒരു നിയമം എന്ത് ചെയ്യാൻ പറ്റും, അമെൻഡ് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. അതിന് അൺക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. കൂടുതൽ സെക്ഷൻസ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ കഴിയും. ഇതിൽ നിന്ന് നമുക്ക് നിയമങ്ങൾ എഫക്റ്റീവ് ആണ് അല്ലെങ്കിൽ ന്യായമായിട്ടുള്ളതാണ് എന്നുള്ളത്
എൻഷുർ ചെയ്യാൻ പറ്റും, ഉറപ്പുവരുത്താൻ പറ്റും. ദ ബിൽ ഈസ് ദെൻ പ്രസന്റഡ് ഫോർ ഡിബേറ്റ് ആൻഡ് വോട്ടിംഗ് ഇൻ ബോത്ത് ഹൗസസ്. അങ്ങനെ അവസാനം വോട്ടെടുപ്പിനായിട്ട് ഈ ഒരു ബില്ല് പാസ്സാവുകയാണ് ചെയ്യുക, ഒന്ന് ലോക്സഭയിലും ഒന്ന് രാജ്യസഭയിലും. ഇഫ് അപ്രൂവ്ഡ് ബൈ മെജോറിറ്റി ഇൻ ബോത്ത് ഹൗസസ്, ദ ബിൽ ഈസ് സെൻഡ് ടു ദ പ്രസിഡൻഷ്യൽ അസെന്റ് ടു ബിക്കം ലോ. അപ്പോ രണ്ട് സഭകളിൽ നിന്നും ഭൂരിഭാഗം വന്നിട്ട് ഇത് പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ പ്രസിഡൻഷ്യൽ അസെന്റ് എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയറിലേക്കാണ് നെക്സ്റ്റ് ഈ ബില്ല് പോകുന്നത്. അവിടെ നിന്ന് അതൊരു നിയമമായിട്ട് പാസ്സാവുകയാണ് ചെയ്യാം. ഇവിടെ ഒരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. DK ബാസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞത് ലെറ്റ് ടു ഡീറ്റെയിൽ ഗൈഡൻസ് ഫോർ ദ അറസ്റ്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് കസ്റ്റോഡിയൽ ടോർച്ചർ. അതില് കസ്റ്റോഡിയൽ ടോർച്ചറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് ഒരു വ്യക്തി ഒരു കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്ത് ടോർച്ചർ ചെയ്യാൻ, അയാളെ ഉപദ്രവിക്കാൻ, അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതിന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരു പൗരന്റെ സുരക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. ഇനി ആഫ്റ്റർ ബോത്ത് ലോക്സഭ ആൻഡ് രാജ്യസഭ അപ്രൂവ് എ ബിൽ, ഒരു ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും അപ്രൂവൽ കിട്ടിയതിന് ശേഷം പ്രസിഡന്റിന്റെ അടുത്തേക്കാണ് ആ ബില്ല് പോകുന്നത്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഫോർ ഫൈനൽ അസെന്റ്. ഫൈനൽ ആയിട്ടുള്ള നിയമം പാസ്സാക്കുന്നത് പ്രസിഡന്റ് ആയിരിക്കും. വൺസ് ദ പ്രസിഡന്റ് സൈൻസ് ദ ബിൽ ഇസ് ഒഫീഷ്യൽ ബിക്കം എ ലോ. ഒരിക്കൽ പ്രസിഡന്റ് ഈ ഒരു ബില്ല് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു നിയമമായിട്ട് മാറും. ദ നെക്സ്റ്റ് സ്റ്റേജ് ഈസ് ഇംപ്ലിമെന്റേഷൻ വേർ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ സിസ്റ്റം ക്യാരീസ് ഔട്ട് ദ ലോ. ഇനി ഇത് നടപ്പിലാക്കാന്നതാണ്. അപ്പൊ നിയമമായിട്ട് പാസ്സായതിനു ശേഷം ഇത് നടപ്പിലാക്കുക എന്നുള്ളതാണ് അടുത്ത പ്രൊസീജിയർ വരുന്നത്. ഇവിടെ 3 ആളുകൾ ആണ്, അല്ലെങ്കിൽ 3-ലേറെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഒരു നിയമം നടപ്പിലാവുക. ആദ്യം നടപ്പിലാക്കുന്നത് പോലീസ് ആയിരിക്കും. ഓക്കെ, പോലീസ് ഈ നിയമം എങ്ങനെ നടപ്പിലാക്കാം? ഈ നിയമം പാലിക്കാത്തവരെ അറസ്റ്റ് ചെയ്യാനും അവർ ചെയ്ത കുറ്റത്തിനെ പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും തുടങ്ങും. അപ്പൊ അതിൽ നിന്നും ജനങ്ങൾക്ക് മനസ്സിലാവും ഈ നിയമം കർശനമായിട്ടുള്ളതാണ്. പിന്നെ കോർട്ടാണ്. കോർട്ട് അവിടെ വിചാരണ നടക്കുന്ന സമയത്ത് ഈ ഒരു നിയമം എത്രത്തോളം അവർ പാലിക്കുന്നില്ല, അല്ലെങ്കിൽ അവര് എന്താണ് ഇവിടെ വയലേറ്റ് ചെയ്തത്, എന്താണ് ഇവിടെ തെറ്റിച്ചത് എന്നൊക്കെ കോർട്ടാണ് പിന്നെ നോക്കുക. പിന്നെ കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരും ഇവരെ ഇംപ്രിസൺ ചെയ്ത്, ഓക്കെ, ഇവര് തടങ്കിലാക്കി പിന്നെ ഇവരെ റീഹാബിലിറ്റേഷൻ സെന്ററിൽ മാറ്റി പുനരധിവസിപ്പിച്ച് അവര് അത് നോക്കും. അധിവാസം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കും ഇവർ എത്രത്തോളം ആണ് ഈ ഒരു നിയമം തെറ്റിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഡ്രോബാക്സ് കാര്യങ്ങളെന്നൊക്കെ. ലോസ് ആർ പവർഫുൾ ടൂൾസ് ഫോർ ഷേപ്പിംഗ് സൊസൈറ്റി. അപ്പൊ ഒരു സമൂഹത്തിനെ രൂപകൽപ്പന ചെയ്യുന്നതിൽ ഒരു വലിയ പങ്ക് നിയമത്തിനുണ്ട്. ഓക്കെ, ഹൗ ദേ ആർ എൻഫോഴ്സ്ഡ് അഫക്ട്സ് പബ്ലിക് ട്രസ്റ്റ് ആൻഡ് ജസ്റ്റിസ്. അപ്പൊ അതെങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ളതിന് ഒരു പ്രധാന പങ്ക് പബ്ലിക് ട്രസ്റ്റ് ആൻഡ് ജസ്റ്റിസിനുണ്ട്. എക്സാമ്പിള് Katwa rape case. This horrifying incident involves the rape and murder of a child, led to stronger laws to protect children, including stricter punishments for such crimes. അപ്പോ ചെറിയൊരു കുട്ടീനെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ ഒരു കേസ് 2018 ഇതിന് ശേഷം നിയമ നടപടികൾ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ട് മാറുന്നു. The judiciary plays a key role in ensuring the laws are fair, constitutional, and protects people's right. അപ്പൊ ജുഡീഷ്യറി ആണ് ഉറപ്പുവരുത്തുന്നത് ഈ നിയമങ്ങള് ന്യായമായിട്ടുള്ളതാണ്, ഭരണഘടനയുടെ അടിസ്ഥാനത്തിലുള്ളതാണെന്ന് ഉറപ്പുവരുത്തുന്നത് നമ്മുടെ ജുഡീഷ്യറി ആണ്. Courts can strike down laws and that violate the constitution. അപ്പൊ ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ അത് കട്ടൗട്ട് ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? കോടതിക്കുണ്ട്. They interpret laws to suit justice in changing times. മാറുന്ന സമൂഹത്തിനനുസരിച്ചിട്ട് നിയമങ്ങൾ കൊണ്ടുവരാനും നിയമങ്ങളെ മനസ്സിലാക്കാനുമാണ് കോടതി സഹായിക്കുക. ലോസ് ആർ നോട്ട് പെർമനന്റ്. അപ്പോ നിയമങ്ങൾ എന്തല്ല, പെർമനന്റ് അല്ല. ഓക്കെ, they may be amended to improve or update them. അപ്പോ അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ മാറ്റം വരുത്താനോ അത് അപ്ഡേറ്റ് ചെയ്യാനോ കഴിയും. പിന്നെ റിപ്പേൽ എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യാൻ, ആ നിയമം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനും. ഇഫ് ഔട്ട്ഡേറ്റഡ് ഓർ മിസ്യൂസ്ഡ്, അപ്പൊ ആ നിയമം അനാവശ്യമായിട്ട് ആരെങ്കിലും ഉപയോഗിച്ചാലോ അല്ലെങ്കിൽ അതിന്റെ കാലാവധി കഴിഞ്ഞാലോ അതെടുത്ത് ഒഴിവാക്കാനും കോടതിക്കാണ് അവകാശമുള്ളത്. ലീഗൽ റിഫോംസ് ആർ നെസസറി ബിക്കോസ്, അപ്പൊ ലീഗലി അങ്ങനെ ഒരു റിഫോം ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ സൊസൈറ്റി ചേഞ്ചസ് ഓവർ ടൈം. സമൂഹം കാലങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഡിജിറ്റൽ ഏജ് ആവുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പുതിയ കുറ്റങ്ങളാണ് വരിക. ന്യൂ ചാലഞ്ചസ് അറൈസ് ലൈക്ക് സൈബർ ക്രൈം, അതേപോലെ ട്രാഫിക്കിംഗ്, ടെററിസം, അങ്ങനത്തെ പുതിയ ക്രൈമുകൾ പുതിയ സൊസൈറ്റിയിലാണ് വരുന്നത്.
പീപ്പിൾ ഡിമാൻഡ് മോർ ജസ്റ്റിസ്. അപ്പൊ അവിടെ പിന്നെ കുറെ ജസ്റ്റിസ്, കുറെ ന്യായങ്ങൾ വരണം. ജെൻഡർ റൈറ്റ്സ്, മൈനോറിറ്റി പ്രൊട്ടക്ഷൻ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. A modern criminal justice system must be flexible. ഇന്നത്തെ കാലത്ത് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം എന്തായാലും ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതായത് മാറുന്ന സമൂഹത്തിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നതും പീപ്പിൾ ഓറിയന്റഡ്, ജനങ്ങളെ സേവിക്കാൻ കഴിയുന്നതും എഫിഷ്യന്റ് ആൻഡ് ഫെയർ, നീതി ന്യായമായിട്ടുള്ളതും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാനും അത് തുല്യതയോട് കൂടിയിട്ട് ന്യായം നീതി ഉറപ്പുവരുത്താനുമാണ് ഹെൽപ്പ് ചെയ്യുക. പിന്നെ നിർഭയ ആക്ട് 2013 നിർഭയ ആക്ട് ഈ ഒരു ബ്രൂട്ടൽ ആയിട്ട് ഡൽഹിയിൽ റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ട 2012 കൊല്ലപ്പെട്ട ഒരു കുട്ടിയുടെ ബേസിസിൽ, ഒരു പെൺകുട്ടിയുടെ ബേസിസിലാണ് ഈ ഒരു കേസ് വരുന്നത്. എക്സ്പാൻഡഡ് ഡെഫിനിഷൻ ഓഫ് സെക്ഷൽ അസൾട്ട്. അപ്പോൾ സെക്ഷൽ അസൾട്ട് എന്നുള്ളതിന്റെ എന്താണ് ഈ ഒരു ലൈംഗികമായിട്ടുള്ള പീഡനം എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്ത് വിശദീകരിച്ച് പറഞ്ഞു. ആ ഒരു ഇൻസിഡന്റിന് ശേഷമാണ് കേട്ടോ ആ ആക്ടിൽ കുറെ മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഒരാളുടെ പിന്നാലെ നടക്കുന്നതും അയാളെ ഉപദ്രവിക്കുക, ഏത് രീതിയിൽ, ആസിഡ് അറ്റാക്ക് ഒക്കെ അതിനൊരു എക്സാമ്പിൾ ആണ്. അങ്ങനെ ചെയ്യുന്നത് കുറ്റകരമാണ്. പിന്നെ കൂടുതൽ കാഠിന്യമേറിയ ശിക്ഷകൾ അവിടെ നടപ്പിലാക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഡെത്ത് പെനാൽറ്റി ഇൻ റെയർ കേസസ്. ഡെത്ത് പെനാൽറ്റി, ഓക്കെ, തൂക്കിക്കൊല്ലൽ വരെ നടപ്പിലാക്കും. അലൗഡ് ഫോർ ഫാസ്റ്റ് ട്രാക്ക് കോർട്ട്. ഫാസ്റ്റ് ട്രാക്ക് കോർട്ടുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആയിരിക്കും അവർക്ക് വിചാരണ ഉണ്ടാവുക, ശിക്ഷ നടപ്പിലാക്കലും. അപ്പോ അങ്ങനത്തെ കോർട്ടുകളുടെ എണ്ണം കൂടുകയാണ് ചെയ്യുക. ദാറ്റ് വാസ് സീൻ ആസ് എ മേജർ സ്റ്റെപ്പ് ടുവേർഡ്സ് വുമൺ സേഫ്റ്റി ആൻഡ് ലീഗൽ റിഫോം. അപ്പോ സ്ത്രീകളുടെ സുരക്ഷയ്ക്കും പിന്നെ ലീഗൽ ആയിട്ടുള്ള റിഫോമുകൾക്കുള്ള പുതിയൊരു വലിയ സ്റ്റെപ്പ് ആയിട്ടാണ് ഈ ഒരു ആക്ടിനെ കണ്ടിട്ടുള്ളത്. However, it received criticism for not including marital rape as a crime, a demand many activists continue to raise. അപ്പോൾ ഒരുപാട് മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ മുന്നോട്ട് വെച്ച ഒരു കാര്യമാണത്. മാരിറ്റൽ റേപ്പ്, വിവാഹത്തിന് ശേഷം ഉണ്ടാകുന്ന റേപ്പിനെ പറ്റി വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോ കുറെ പ്രവർത്തകര് അതും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയാണ് അമേരിക്കൻ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം. അമേരിക്കൻ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിനെ പറ്റി പറയാം. ബേസ്ഡ് ഓൺ കോമൺ ലോ, ഓക്കെ, പൊതുവായിട്ടുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ലോസ് ഷേപ്ഡ് ബൈ ജുഡീഷ്യൽ ഡിസിഷൻസ്, നോട്ട് ജസ്റ്റ് റിട്ടൺ സ്റ്റാറ്റസസ്. അപ്പൊ എഴുതിയെടുത്ത ഒരു നിയമങ്ങളല്ല, പക്ഷെ ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഫെഡറൽ സ്ട്രക്ചർ ആണ്. ബോത്ത് സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ ഗവൺമെന്റ്സ് ഹാവ് ദെയർ ഓൺ ലോസ്, കോഡ്സ് ആൻഡ് ഏജൻസീസ്. ഫെഡറൽ സിസ്റ്റത്തിനും അതേപോലെ തന്നെ ഗവൺമെന്റിനും അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്. ഓക്കെ, അതേപോലെ അവർക്ക് അവരുടേതായിട്ടുള്ള കോടതികളുണ്ട്. പിന്നെ ബോത്ത് സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ ഗവൺമെന്റ്, ഓക്കെ, പിന്നെ ഏജൻസികളും ഉണ്ട്. പിന്നെ അതിന്റെ കുറച്ച് സിസ്റ്റംസ് ആണ് കേട്ടോ ഇവിടെ പറയുന്നത്. അഡ്വേഴ്സലറി സിസ്റ്റം എന്ന് വെച്ചാല് പ്രോസിക്യൂഷൻ വേഴ്സസ് ഡിഫൻസ് പ്രസന്റ് കേസസ് ഇൻ കോർട്ട്. പ്രോസിക്യൂഷനും ഡിഫൻസും ആണ് കോർട്ടിൽ കേസുകൾ പ്രസന്റ് ചെയ്യുക. ജഡ്ജ് ആക്ട് ആസ് എ ന്യൂട്രൽ റെഫർ. ജൂറി ഡിസൈഡ്സ് വേർഡിക്ട് ബേസ്ഡ് ഓൺ എവിഡൻസ്. അപ്പോ ജൂറി ഡിസൈഡ് ചെയ്യുന്നത് വേർഡിക്ട് ബേസ്ഡ് ഓൺ എവിഡൻസ്. ആരാണ് കുറ്റം ചെയ്തത് അല്ലെങ്കിൽ ആർക്ക് മേലെയാണോ കുറ്റമുള്ളത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് എവിഡൻസിന്റെ ബേസിസിലായിരിക്കും. ഓക്കെ, വിധി വരുന്നത് എപ്പോഴും എവിഡൻസിന്റെ ബേസിസിലായിരിക്കും. ഫെഡറൽ വേഴ്സസ് സ്റ്റേറ്റ് എന്നുള്ളതുണ്ട്. സ്റ്റേറ്റ് കോർട്ട്സ് ഹാൻഡിൽ മോർ ക്രൈംസ്. കൂടുതലും കുറ്റങ്ങൾ അന്വേഷിക്കുന്നത് സ്റ്റേറ്റ് കോർട്ടുകളായിരിക്കും. ഫെഡറൽ കോർട്ടുകൾ ലോ വയലേഷൻസ് ആണ് കൂടുതൽ അന്വേഷിക്കുക. അതായത് ടെററിസം, ഫ്രോഡ്, പിന്നെ എന്താണ് സ്ട്രക്ചർ ചെയ്തിട്ട് നടക്കുന്ന ക്രൈമുകൾ ഉണ്ടല്ലോ, അതൊക്കെ. പിന്നെ ജൂറിസ്ഡിക്ഷണൽ ഇഷ്യൂസ് വരുന്നത് എന്താ? സം ക്രൈംസ് ഫോൾ അണ്ടർ ബോത്ത് സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ ലോസ്. അപ്പൊ ചില കാര്യങ്ങൾ ഇതിൽ രണ്ടിലും പെടാതെ ഒരു അധികാര പരിധി എന്ന് പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ, രണ്ടിലും ഉണ്ടാകാം. ഒന്നില്ലെങ്കിൽ രണ്ടിലും ഉണ്ടാകും, അല്ലെങ്കിൽ രണ്ടിലും പെടാത്ത കുറെ നിയമങ്ങൾ ഉണ്ടാവും. അപ്പൊ അതില് ഒരു ആക്ട് അല്ലെങ്കിൽ അതിലൊരു നിയമ നടപടി എടുക്കാൻ രണ്ട് കോർട്ടുകൾക്കും അവകാശമുണ്ട്. പിന്നെ സെന്റൻസിങ് ആൻഡ് പണിഷ്മെന്റ്, ഓക്കെ, പണിഷ്മെന്റ് കൊടുക്കുന്ന കാര്യത്തില് US ഹാസ് വൺ ഓഫ് ദ ഹയസ്റ്റ് ഇൻകാർക്കറേഷൻ റേറ്റ്സ്. ഓക്കെ, ഇൻകാർക്കറേഷൻ റേറ്റ്സ് എന്ന് പറഞ്ഞാല് ഏറ്റവും കൂടുതൽ നിയമങ്ങൾ ശിക്ഷ നടപ്പിലാക്കിയിട്ടുള്ള റേറ്റ് ഉള്ളത് US-നാണ്.
പണ്ടത്തെ രീതിയിലുള്ള പണിഷ്മെന്റുകൾക്കാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഗ്രോയിങ് എംഫസൈസ് ഓൺ റീഹാബിലിറ്റേഷൻ ആൻഡ് restorative justice. Incarceration rates high due to tough on crime policies, includes long sentences, mandatory minimums and private prisons. അപ്പോൾ അവിടെ ഒരു കുറ്റം ഉണ്ടായാൽ അതിന്റെ ശിക്ഷ വളരെ കാഠിന്യമേറിയതാണെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആ ആള് ഒരുപാട് രീതിയിൽ ഇത് അനുഭവിക്കേണ്ടി വരും യൂഷ്വലി എന്നുള്ളതിന്റെ അപ്പുറം ഒരുപാട് പ്രൈവറ്റ് പ്രിസണിലൊക്കെ കൊണ്ടുപോയിട്ടിട്ട് ടോർച്ചർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് US-ലുള്ളത്. ഈ ബ്രിട്ടീഷ് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ കോമൺ ലോ ഫൗണ്ടേഷൻ ബേസ്ഡ് ഓൺ ഡ്യൂ പ്രോസസ്സസ് പ്രസന്റഡ് ആൻഡ് ഫെയർ ട്രയൽസ്, ന്യായം നടപ്പിലാക്കുക എന്നുള്ളത്. പിന്നെ ഹൈബ്രിഡ് ലീഗൽ മോഡൽ, മിക്സ് ഓഫ് അഡ്വൈസറി പ്രോസിക്യൂഷൻ വേഴ്സസ് ഡിഫൻസ് ആൻഡ് ഇൻക്വിസ്റ്റോറിയൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ വിത്ത് CPS എലമെന്റ്സ്. അപ്പൊ ഹൈബ്രിഡ് ലീഗൽ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡിഫറെന്റ് രീതിയിലുള്ള മോഡൽസ് കൂട്ടി യോജിപ്പിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരുന്നതാണ്. അതിൽ വരുന്നതാണ് പ്രോസിക്യൂഷൻ വേഴ്സസ് ഡിഫൻസ് എന്നുള്ള രീതിയിലും പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷനും. സെന്റൻസിങ് ഫ്രെയിംവർക്ക് സീരിയസ് ആയിട്ടുള്ള ക്രൈം ആണെങ്കിൽ വളരെ അപകടകരമായിട്ടുള്ള ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ലൈഫ് ഇംപ്രിസൺമെന്റ് ജീവപര്യന്തം കിട്ടും, പരോള് പോലും കൊടുക്കില്ല. പിന്നെ ലെസർ ക്രൈം ആണെങ്കിൽ ഫൈൻസ് അടിച്ചിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർവീസ് ചെയ്തിട്ടോ സസ്പെൻഡ് ചെയ്തിട്ടോ ആണ് നടപ്പിലാക്കുക. 1960 ബ്രിട്ടീഷിൽ നിന്നും ഡെത്ത് പെനാലിറ്റി, അതായത് തൂക്കിക്കൊല്ലുക എന്നുള്ള ആ ഒരു ഇത് എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് റീഹാബിലിറ്റേഷൻ ആണ്. ഒരു കുറ്റം ചെയ്ത ആളെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് എഡ്യൂക്കേഷൻ കൊടുത്ത് ട്രെയിൻ ചെയ്തിട്ട് പിന്നെയും അതേ സൊസൈറ്റിയിലേക്ക് അയാളെ ഇറക്കി വിടാൻ പറ്റുക എന്നുള്ള രീതിയിലാക്കുക. അതാണ് ബ്രിട്ടീഷ് സിസ്റ്റം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇനി മാലിമാത്ത് കമ്മിറ്റി റിപ്പോർട്ട് അൾട്രാ നമുക്ക് ഭയങ്കര ഷോർട്ട് ആയിട്ടുള്ള ഒരു നോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മാലിമാത്ത് കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്നും ഒന്ന് ഫോംഡ് ഇൻ 2000, ചെയർഡ് ബൈ ജസ്റ്റിസ് VS Malimath. The purpose reform India's outdated criminal justice system favors accused, neglects and victims. അപ്പോൾ ഇവിടെ 2000 VS Malimath കൊണ്ടുവന്നിട്ടുള്ള ഒരു ആളിൽ ചെയർ ചെയ്തിട്ടുള്ള ഒരു ജസ്റ്റിസിലാണ്, കോർട്ടിലാണ് ഈ ഒരു സംഭവം വരുന്നത്. ദ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ക്രിമിനൽ ലോസ് ഔട്ട്ഡേറ്റഡ് ആണ്, അതിനെ റിഫോം ചെയ്തിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു. പിന്നെ ഇവിടെ ഏറ്റവും വലിയ അവരുടെ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം ചെയ്ത ആൾക്ക് കൂടുതൽ ന്യായവും അതിന് വിധേയപ്പെട്ട ആൾക്ക് ന്യായം കുറവല്ല, അയാൾക്ക് നീതി കിട്ടാത്തൊരവസ്ഥയാണ്. നമ്മളെ ജഡ്ജസിന്റെ റോൾ ആക്റ്റീവ് ആക്കുക എന്നുള്ളത്, ഇൻക്വസ്റ്റോറിയൽ സിസ്റ്റത്തിന് ആക്റ്റീവ് ആക്കുക എന്നുള്ളത്, അലോസ് കോർട്ട് ടു സമൺ എനി വിക്ടിം, ഏത് വിറ്റ്നസിനെ ആണെങ്കിലും ദൃക്സാക്ഷിനെ ആണെങ്കിലും കൊണ്ടുവരാനുള്ള അവകാശം കോടതിക്ക് കൊടുക്കുക എന്നുള്ളതും. ആർട്ടിക്കിൾ 23 കോർട്ട് ക്യാൻ ക്വസ്റ്റ്യൻ അക്യൂസ്ഡ് സൈലൻസ്. അപ്പോ സൈലൻസ്ഡ് ആയിട്ടുള്ള അക്യൂസുകളെ പോലും കോർട്ടിന് മുന്നിൽ കൊണ്ടുവന്ന് ഹാജരാക്കി അവർക്ക് നിയമ നടപടി എടുക്കാനുള്ള അവകാശം ഉണ്ടെന്ന് പറയുന്നു. ഇനി ഒരു വിക്ടിമിന്റെ റൈറ്റ്സ് എന്തൊക്കെയാണ്? ഓക്കെ, വിധേയനായ ആളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ട്രയൽസ്, കോമ്പൻസേഷൻ ആൻഡ് ലീഗൽ എയ്ഡ്, ക്രിയേറ്റ് വിക്ടിം കോമ്പൻസേഷൻ ഫണ്ട്. അപ്പോ അതിന് വിധേയമായ ആൾക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫണ്ട്, അവർക്ക് എത്ര ഫണ്ട് വേണം എന്നുള്ളത് ലീഗലി നമുക്ക് എയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ നീതിന്യായം നടപ്പിലാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിചാരണ നടക്കുന്ന സമയത്ത് അവർക്ക് അവിടെ പോവാനുള്ള അവകാശമുണ്ട്. പിന്നെ ലോ റിഫോംസ്, സെപ്പറേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഫോർ ലോ ആൻഡ് ഓർഡർ, സെറ്റപ്പ് സെക്യൂരിറ്റി കമ്മീഷൻസിന് സെറ്റപ്പ് ചെയ്യാനും അതേപോലെ ഇൻവെസ്റ്റിഗേഷൻ നിയമം അച്ചടക്കമായിട്ട് പാലിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കാനും. ജുഡീഷ്യറിയുടെ കാര്യമുണ്ട്. ഇറ്റ് ഇംപ്രൂവ്സ് ജഡ്ജ് പോപ്പുലേഷൻ റേഷ്യോ. പിന്നെ ക്രിയേറ്റ് പ്രസിഡൻഷ്യൽ കമ്മീഷൻ ഫോർ റിവ്യൂസ്. ചൈനീസ് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം. അപ്പൊ നമ്മള് പല അമേരിക്കന്റെ നോക്കി, ബ്രിട്ടന്റെ നോക്കി, ചൈനീസ് ഉണ്ട്, ഫ്രഞ്ചും ഉണ്ട് കേട്ടോ. ചൈനീസ് എന്ന് പറഞ്ഞാല് ഇൻക്വസ്റ്റോറിയൽ മോഡൽ, ജഡ്ജസ് ആക്റ്റീവ്ലി ഇൻവെസ്റ്റിഗേറ്റ് കൺഫെഷൻസ് കീ ടു കൺവിക്ഷൻ. അപ്പൊ ഒരു കുറ്റം ചെയ്താല് അതിന് കുറ്റസമ്മതം അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിലാണ് ഇവർ അന്വേഷണം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണല്ലോ വൈഡ്ലി യൂസ് ഫോർ സീരിയസ് ക്രൈംസ്. ഡ്രഗ്, അതേപോലെ കറപ്ഷൻ. ഡ്രഗ് കറപ്ഷൻ എന്നുള്ള രീതിയിലുള്ള ക്രൈംസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ്സ് ആണ് കൊടുക്കുക. ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാല് സീരിയസ് ആയിട്ടുള്ള ഒരു പണിഷ്മെന്റ് ആയിരിക്കും. നോർമൽ നമ്മൾ ചെറിയ പെറ്റടിച്ച് വിടുക അങ്ങനത്തെ ഒരു കാര്യമല്ല, കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള
പണിഷ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. ഈ അഴിമതി അവർ തീരെ വെച്ച് പ്രോത്സാഹിപ്പിക്കാത്ത ഒരു കുറ്റമാണ് അവിടെ. പിന്നെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. പാർട്ടി കൺട്രോൾസ് എഫക്ട്സ് ഓഫ് ലീഗൽ ഔട്ട്കംസ് ആൻഡ് പ്രയോറിറ്റീസ്. അപ്പോൾ പാർട്ടിയാണ് ലീഗൽ ഔട്ട്കമുകളുടെയും പിന്നെ അതിന്റെ പ്രാധാന്യത്തെയും വേർതിരിച്ച് കാണുന്നത്. പിന്നെ ലീഗൽ റിഫോംസ് ഉണ്ട്. എയിംഡ് അറ്റ് ട്രാൻസ്പെറൻസി ആൻഡ് ട്രസ്റ്റ്. എത്രത്തോളം അത് ട്രാൻസ്പാരന്റ് ആണ്, ട്രസ്റ്റ് വർത്തി ആണെന്നുള്ളതാണ്. ബട്ട് ലിമിറ്റഡ് ബൈ പൊളിറ്റിക്കൽ കൺട്രോൾ. പക്ഷെ രാഷ്ട്രീയമായിട്ടുള്ള കൺട്രോൾ ഭയങ്കരമാണ് ഇതിൽ. പിന്നെ കൺട്രോൾ വേഴ്സസ് റൈറ്റ്സ്, കളക്റ്റീവ് ഇൻട്രസ്റ്റ് പ്രയോറിറ്റൈസ്ഡ് ഓവർ ഇൻഡിവിജ്വൽ ഫ്രീഡം. അപ്പോൾ കൂട്ടമായിട്ടുള്ള ഇൻട്രസ്റ്റിന് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓരോ വ്യക്തിക്കും ഉള്ള ഫ്രീഡത്തിനേക്കാളും ഒരു കമ്മ്യൂണിറ്റിയുടെ ഇൻട്രസ്റ്റിനാണ് എപ്പോഴും ചൈനീസ് ഗവൺമെന്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ ഫ്രഞ്ച് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം വരുന്നത് സിവിൽ ലോ സിസ്റ്റം ആണ്. ബേസ്ഡ് ഓൺ റിട്ടൺ സ്റ്റാറ്റസസ്, നോട്ട് ജുഡീഷ്യൽ പ്രസിഡന്റ്. ജുഡീഷ്യൽ പ്രസിഡന്റിന് അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് റിട്ടൺ സ്റ്റാറ്റസുകൾക്കാണ്. പിന്നെ ഇൻക്വസ്റ്റോറിയൽ പ്രോസസ്സസ്, ജഡ്ജസ് ക്യാൻ ലീഡ് ഇൻവെസ്റ്റിഗേഷൻ ക്വസ്റ്റ്യനിങ് ഓൾ പാർട്ടീസ്. അപ്പൊ എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അവകാശം ജഡ്ജിന് ഇവിടെ ഉണ്ട്. ജുഡീഷ്യൽ റോൾ എന്ന് പറഞ്ഞാൽ ജഡ്ജസ് ആൻഡ് പ്രോസിക്യൂട്ടേഴ്സ് കൊളാബറേറ്റ് ക്ലോസ്ലി ടു എൻഷുർ ഫെയർനെസ്. ഇപ്പോൾ പ്രോസിക്യൂട്ടേഴ്സും ജഡ്ജസും ഒരേപോലെ ഫംഗ്ഷൻ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഭയങ്കര കൂടി ആലോചിച്ചിട്ടാണ് ഒരു നിയമം ഒരു കുറ്റത്തിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നത്. ഫോക്കസസ് ഓൺ ഫെയർനെസ്, തുല്യത ഉറപ്പുവരുത്താണ്. എംഫസൈസസ് thoroughness or adversary conflict. അപ്പോൾ ഭയങ്കര കാര്യമായിട്ട് പരിശോധിച്ച് അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഒരു കുറ്റത്തിനുള്ള ലോ പാസ്സാക്കുന്നത് അല്ലെങ്കിൽ കുറ്റത്തിനുള്ള ശിക്ഷ പാസ്സാക്കുന്നത്. പിന്നെ ബാലൻസ്ഡ് അപ്രോച്ച് ആണ്. ജസ്റ്റിസ് ആൻഡ് റീഇന്റഗ്രേഷൻ ആണ്. അവർക്ക് ന്യായം കൊടുക്കാന്നുള്ളതിനോട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേസമയം ഈ കുറ്റം ചുമത്തപ്പെട്ട ആളെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക, അയാളുടെ പുനരധിവാസം ഇവരെയും നടപ്പിലാക്കുന്നുണ്ട്. പിന്നെ ഇസ്ലാമിക് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം. ഇസ്ലാമിക് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം മെയിൻലി മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ വരുന്നതാണ്. ശരിയ ലോസിന്റെ അടിസ്ഥാനത്തിലാണ്, ഖുറാന്റെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ വരുന്നതാണ്. സൗദി അറേബ്യ, ഇറാൻ, പാകിസ്ഥാൻ, മുസ്ലിം മെജോറിറ്റി അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിലെ നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഹുദൂദ് ക്രൈംസ് എന്ന് പറഞ്ഞാൽ സീരിയസ് ഒഫൻസസ്, തെഫ്റ്റ്, അഡൽട്ടറി, അപ്പോസ്റ്റസി എക്സെട്ര. അപ്പോ നമ്മുടെ ലൈംഗികപരമായിട്ടുള്ളതും അതുപോലെ കളവ്, അതൊക്കെയാണ് അവിടുത്തെ മേജർ കുറ്റങ്ങളായിട്ട് വരുന്നത്. അതിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള പണിഷ്മെന്റ്സ് ഉണ്ട്. സ്ട്രിക്റ്റ് എവിഡൻസ് റിക്വയർഡ്. അതായത് നിർബന്ധപൂർവ്വം ഈ കാര്യങ്ങളുടെ ചുമത്തുണ്ടെങ്കിൽ അതിന്റെ എവിഡൻസ് ഉണ്ടാവണം. പിന്നെ ആംപ്യൂട്ടേഷൻ ആൻഡ് സ്റ്റോണിങ്. അപ്പോ അവിടെ ഫിക്സഡ് പണിഷ്മെന്റ്. ആംപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ തല വെട്ടുക എന്നുള്ള രീതിയിലാണ്, ഏതെങ്കിലും ശരീരഭാഗങ്ങളെ മുറിച്ച് കളയുക എന്നുള്ളതാണ്. പിന്നെ സ്റ്റോണിങ് എന്ന് കല്ലുകൊണ്ട് കല്ലുപയോഗിച്ച് ഇടിച്ചിടിച്ച് ആളെ കൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ അത്രയും സ്ട്രിക്റ്റ് ലോ ആണ് ഇസ്ലാമിലുള്ളത്. പിന്നെ താസിർ ക്രൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് സീവിയർ, നോട്ട് മെൻഷൻഡ് ഇൻ ഖുറാൻ ആൻഡ് ഹദീസ്, ജസ്റ്റിസ് ആൻഡ് പണിഷ്മെന്റ്. ഫൈൻ ചെയ്യുക, ജയിലിൽ അടയ്ക്കുക, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർവീസിന് വിടുക, ഇതൊക്കെ താസിർ ക്രൈംസിന്റെ അണ്ടറിലാണ്. അത്രയ്ക്കും സ്ട്രിക്റ്റ് അല്ലാത്ത ഓരോ പ്രശ്നങ്ങൾ ചെയ്യുമ്പോൾ. പിന്നെ റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന ഫോക്കസ് ഓൺ റീകോൺസിലേഷൻ, ഫോർഗീവ്നെസ് ആൻഡ് കോമ്പൻസേഷൻ. ദിയ എന്ന് പറയും. ദിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിവിടെ ഫോക്കസ് ചെയ്യുന്നത്, റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാല് അത് ക്ഷമിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിന് കോമ്പൻസേഷൻ, പൈസ കോമ്പൻസേറ്റ് ചെയ്തിട്ടോ എന്താണോ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അത് കൊടുത്തിട്ട് ആ ഒരു ഇതിനെ തിരിച്ചു കൊണ്ടുവരാന്നുള്ളത്. ഇത് സോഷ്യൽ ഹീലിംഗ് ആൻഡ് ഒഫൻഡർ റീഇന്റഗ്രേഷൻ. അപ്പൊ അത് സോഷ്യൽ ഹീലിംഗിനെ ഹെൽപ്പ് ചെയ്യും. ഒരു സമൂഹത്തിൽ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. മോഡേൺ ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ അപ്ലിക്കേഷൻ വാരി സ്ട്രിക്ട്ലി ടു ഹൈബ്രിഡ്. അപ്പോൾ ഈ ഒരു അപ്പൊ മുന്നേ പറഞ്ഞ സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ ഇസ്ലാമിക് മെജോറിറ്റിയിലെ രാജ്യങ്ങളിലോ നിയമങ്ങൾക്ക് കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഡിബേറ്റ്സ് ഓൺ ബാലൻസിങ് ശരിയ വിത്ത് ഹ്യൂമൻ റൈറ്റ്സ് ടുഡേ ഇൻ ടുഡേസ് വേൾഡ്. അപ്പൊ ശരിയ നിയമങ്ങളും അതുപോലെ ഹ്യൂമൻ റൈറ്റ്സും, ഓക്കെ, മനുഷ്യാവകാശവും ശരിയ നിയമങ്ങളും കൂടി ഒന്നിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഇന്നത്തെ ആ രാജ്യങ്ങളിലൊക്കെ നടക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഡിഫറെന്റ് കൺട്രീസിൽ വരുന്ന ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ വർക്കിംഗ് നമ്മൾ നോക്കിയത്. ഓക്കെ, താങ്ക് യു.